ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് ആൻ അടിപൊളി വീഡിയോ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു സ്കിൻ കെയർ ആണ്. ഞാൻ 3 ദിവസം ആശുപത്രിക്കകറ്റായിട്ട് നടന്നുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവിടെ നല്ല ചളവായിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് നമ്മുടെ അരിമാവാണ് കേട്ടോ. ഇത് ഞാൻ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കാനായിട്ട് വെച്ചിരുന്നത് പുളിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അത് പ്രത്യേകം പറയുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അരി ഉഴുന്നും കൂടെ ഒക്കെ ചേരുമ്പോൾ അത് നല്ലൊരു ബ്ലീച്ചാണ്. അപ്പോൾ ഞാൻ ബ്ലീച്ച് ഫേസിൽ ചെയ്യാറില്ല, കാര്യം എൻ്റെ ഫേസിൽ എപ്പോഴും നല്ലപോലെ ഹെയർ ഉണ്ട്. അപ്പോൾ ഈ ചെമ്പിച്ചിരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പറ്റിപ്പിടിക്കാൻ പാടായിരുന്നു. പിന്നെ ഞാൻ പുറകിലത്തെ കണ്ണാടി നോക്കി ഫുള്ള് ഫേസിലൊന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ കഴുകി വന്നു. എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ നൈറ്റ് സ്കിൻ കെയറിൽ എന്തായാലും ഒരു ഫേസ് പാക്ക് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ടോണറിന് വേണ്ടിയിട്ട് റോസ് വാട്ടർ എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഫേസിലെല്ലാം ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാട്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഉണങ്ങി വന്ന ശേഷം വൈറ്റമിൻ സി സെറം ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. ഇത് മാമാ എർത്തിൻ്റെ വൈറ്റമിൻ സി സെറമാണ്. മാമാ എർത്തിൻ്റെ കുറേ സിറംസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഫേസിലെല്ലാം ഒന്ന് ആക്കി കൊടുത്തു. ബാക്കി വന്ന് എൻ്റെ നെക്കിലും അപ്ലൈ ചെയ്തു. പിന്നെ ഫേസിന് മാത്രം പോരല്ലോ കെയർ, അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ സിയുടെ മാമാ എർത്തിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ. അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.